UDFന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഞാനിപ്പോൾ ഈ ബ്ലോക്ക് ഡിവിഷനിൽ രണ്ടാമത്തെ തവണ ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്യുന്നത്. വളരെ മുമ്പൊന്നും കാണാത്ത പ്രത്യേക ഒരു ആവേശം ഈ ഭാഗത്തൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് തണ്ണിത്തുറ ബൂത്താണ്. തണ്ണിത്തുറ ബൂത്തിന് മുമ്പില്ലാത്ത വളരെ ഒരു UDF തരംഗമാണ് എനിക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അതിലും വോട്ടിംഗ് രംഗത്തും ഞാനത് മനസ്സിലാക്കുന്നത് UDF തരംഗം തന്നെയാണ്. എന്തായാലും ഇവിടെ ഈ വാർഡ് ഞങ്ങൾ തിരിച്ചു പിടിക്കും, അതിൽ യാതൊരു തർക്കമില്ല. അതിനോടൊപ്പം തന്നെ ബ്ലോക്കിലേക്കും ഞാൻ ജയിക്കുന്നുള്ള കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമില്ല. ഞാൻ വിജയപ്രതീക്ഷയിലാണ്. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം UDF തന്നെ തുടരും, ഇങ്ങനെയാണ്? ഒരു സംശയമില്ല. കാരണം UDF വളരെ മികച്ച ഭരണം കാഴ്ചവെച്ചിട്ടുണ്ട്. അടുത്ത പഞ്ചായത്തുകളെ മാറി നോക്കിയാലും നമുക്ക് അതിന്റെ താതാത്മ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാവും UDF ഭരിക്കുന്ന ഈ പഞ്ചായത്ത് വളരെ നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു കണക്ക് പ്രകാരം 14-15 സീറ്റോട് കൂടിയിട്ട് ഞങ്ങൾ ഈ ഭരണം UDFന്റെ ഭരണം വെളിയങ്കോട് പഞ്ചായത്ത് നിലനിർത്തും. അതിനൊരു തർക്കമില്ല. വെളിയങ്കോട് മേഖലയിൽ നിന്ന് UDFന് എത്ര പറഞ്ഞെങ്കിൽ ഇവിടുന്ന് ഒരു 6ഓളം സീറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ ഒരു 8-9 അതാണ് ഏറെക്കുറെ ആയിട്ടുള്ളൊരു കണക്ക്. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം എങ്ങനെ UDF തിരിച്ചു പിടിക്കാൻ ഉണ്ട്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള തുടക്കം മുതലേ പാർട്ടി അതിന് തയ്യാറായിട്ട്, UDF അതിന് തയ്യാറായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടുള്ള ഈ ഭരണം ഞങ്ങൾ മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ഈ ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ള. പിന്നെ ഇടതുപക്ഷ ഭരണത്തിന്റെ ജനങ്ങൾക്കുള്ള ഒരു മടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കും. കാരണം അതാണ് പ്രധാനമായിട്ട് കാണുന്നത്. വിലക്കയറ്റവും മറ്റു കാര്യങ്ങളും ജനം ദുരിതടിച്ചിരിക്കുക. കേരളത്തിന്റെ അടിത്തറ തന്നെ തകർത്തിയുള്ള സാമ്പത്തിക ഭരണമാണ് LDF ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു സംശയമില്ലാതെ തന്നെ ഇവിടെ മാത്രമല്ല, കേരളത്തിൽ കഴിഞ്ഞ തെക്കൻ ഭാഗത്ത് നടന്ന തെരഞ്ഞെടുപ്പിലും നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് UDFന്റെ തരംഗം തന്നെയാണ്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.